മന്ത്രവാദവും സാധാരണ പൂജയും തമ്മിലൊരു വ്യത്യാസം പറയുകയാണെങ്കിൽ, നമ്മൾ പാല് കുടിക്കുകയാണെങ്കിൽ നമ്മളെ ശരീരത്തിൽ പിടിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ കുറച്ച് മദ്യം കഴിച്ചാൽ അത് നമുക്ക് ആ സമയം കൊണ്ട് തന്നെ അറിയാൻ കഴിയും. അതിന് പക്ഷേ പിറ്റേ ദിവസം രാവിലെ കുളിച്ച് വെള്ളം തോർത്തി കഴിഞ്ഞാൽ അത് അതിൻ്റെ കെട്ടിറങ്ങുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ അതിൻ്റെ ഫലം തീരും. പക്ഷെ പാലിന് നമ്മളെ ശരീരവുമായി ഇഴുകിച്ചേർന്ന് അത് ഗുണമുണ്ടാവും. ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഈ നല്ല പൂജാതി കർമ്മങ്ങൾക്ക് ഒരു എതിർവശം കൂടിയുണ്ട്. ദുർമന്ത്രവാദം, കൂടോത്രം, ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതിനെയൊക്കെ എതിർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിലൊക്കെ അമിതമായിട്ട് നമുക്ക് വിശ്വസിക്കേണ്ടതുണ്ടോ? അതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിശ്വാസം കൂടിയിട്ട് അബദ്ധം കാണിക്കലല്ല, അത് വേറെ. സാധാരണഗതിയിൽ ഈ മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞതുണ്ടോ ചോദിച്ചാൽ അതിനൊരു ഉത്തരേ ഉള്ളൂ. രാവണൻ തപസ് ചെയ്തിട്ടും ദൈവം വരം കൊടുത്തിട്ടുണ്ട്. അതേപോലെ കംസൻ അതും വരം കൊടുത്തിട്ടുണ്ട്. അസുരന്മാർക്കൊക്കെ വരം കൊടുത്തിട്ടുണ്ട്. നരകാസുരന് വരം കൊടുത്തിട്ടുണ്ട്. രക്തബീജന് വരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഏത് രൂപത്തിൽ എന്താണോ ഉദ്ദേശം, ആ ഉദ്ദേശം നോക്കാതെ തന്നെ ദൈവങ്ങൾ വരം കൊടുത്തിട്ടുണ്ട്. ബ്രഹ്മാവ് വരെ. ബ്രഹ്മാവാണല്ലോ ഏറ്റവും സാത്വികമായി എന്ന് പറയപ്പെടുന്ന, മറ്റൊന്നിലും ഇടപെടാതെ ഉള്ളത്. പക്ഷേ അദ്ദേഹം പോലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മന്ത്രവാദം എന്ന് പറയുന്നത് ഓരോ ദേവതാ സങ്കല്പങ്ങളെ വെച്ച് ചെയ്യൽ പണ്ടത്തെ കാലം മുതലേ ഉണ്ട്. ഇപ്പോൾ ശ്രീരാമനെയും ലക്ഷ്മണൻ്റെയും അത് രാമായണ യുദ്ധകാലത്ത് പ്രത്യംഗരാദേവിയെ ഉപയോഗിച്ച് നികുംബില ഹോമം എന്ന് പറഞ്ഞിട്ടൊരു ഹോമം പ്രത്യംഗരാദേവിയുടെ മന്ത്രമൊക്കെ ഉപയോഗിച്ചിട്ടാണ് മേഘനാഥൻ, രാവണൻ്റെ സന്തതി ആയിട്ടുള്ള മേഘനാഥൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് പിന്നീട് ബോധം കെട്ട് വീണോന്നും മരിച്ചു എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ അത് മൃതസഞ്ജീവനി കൊടുത്തിട്ട് ജീവിപ്പിച്ചു, പിന്നീട് ജീവിപ്പിച്ചു എന്നൊക്കെ കഥ പറയുന്നത് ഒരു ഹോമത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന കഥയാണ്. സ്വതവേ നമ്മൾ ഈ കേരളത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ ദേവഭൂമിയാണെന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ദുർഗ അല്ലെങ്കിൽ ഭദ്രകാളി അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് ദേവി സങ്കല്പങ്ങളിലുള്ള ക്ഷേത്രങ്ങളാണ്. അതിൻ്റെ ഒരു പകുതിയാണ് മറ്റ് ക്ഷേത്രങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഈ ശക്തി എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ്, അത് ദേവിയാണ്, ആദിപരാശക്തി. അതുകൊണ്ടാണ് പരാശക്തിയെ നമഃ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൂജിക്കണത്. അതിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് അതാ മധ്യമത്തിലും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതിനെ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിനെയും ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിനെയും സ്വാധീനിച്ചിട്ട് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ചൊവ്വയ്ക്കും ശുക്രനും അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളെയൊക്കെ സ്വാധീനിച്ചും പലതും ചെയ്യാൻ കഴിയും. വശ്യത്തിന്, മാരണത്തിനും, ഉച്ചാടനത്തിനും, സ്തംഭനത്തിനും. അപ്പോൾ ഈ ഒരു സംഗതി ഇവിടെ മാത്രമല്ലല്ലോ കേട്ടോ. അപ്പോൾ പൊതുവേ ഈജിപ്തിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത്. സോളമൻ രാജാവിൻ്റെ കീഴിൽ 900-ഓളം സൈനികർ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നവർ മുഴുവനും ഈ മന്ത്രവാദം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചെകുത്താന്മാർ, സാത്താന്മാർ എന്നൊക്കെ പറഞ്ഞ് അവരായിരുന്നു സൈനികരെന്ന് പറയപ്പെടുന്നത്. അങ്ങനെയൊക്കെ ഒരു കഥ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാറ്റിനും എവിടെയും ഉള്ളതാണ് നെഗറ്റീവ് എനർജി എന്ന് നമ്മൾ പറയണത്. ആ ഒരു ഉദ്ദേശശുദ്ധി മോശമായിട്ടുള്ള അതും ഒരു എനർജി തന്നെയാണ്. മഹാദേവൻ വരം കൊടുത്തിട്ട് മഹാദേവൻ തന്നെ വിപരീതമായ അസുരന്മാരെ കഥ എന്നെ നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെ ഉണ്ട്, യാഥാർത്ഥ്യമാണ്. പിന്നെ ഈ രാശി വയ്ക്കുമ്പോൾ ബാധാസ്ഥാനം എന്ന് പറഞ്ഞിട്ട് 3ആണ്. ഇപ്പോൾ 7-ാം ഭാവം, 9-ാം ഭാവം, 11-ാം ഭാവം. ചലരാശി സ്ഥിതിയാണ് 11, സ്ഥിരരാശി സ്ഥിതിയാണ് 9, അങ്ങനെയൊക്കെ. അപ്പോൾ അതിൽ ഈ രാശികളിൽ കൂടെ ബാധാസ്ഥാനത്തിൻ്റെ ശത്രുസ്ഥാനത്തിൻ്റെയും എടുത്തിട്ട് ശത്രുസ്ഥാനാധിപതി ബുധനാണെങ്കിൽ ബന്ധുവെന്നും, ചൊവ്വയാണെങ്കിൽ അയൽപ്പക്കം, അതേമാതിരി സഹോദര കാലകത്വം ഉള്ള, അങ്ങനെയൊക്കെ ഒരു കാൽക്കുലേഷനിൽ സ്വതവേ ജ്യോതിഷത്തിൻ്റെ മാർഗങ്ങളുണ്ട്. പക്ഷെ അത് തീർക്കാൻ വേണ്ടിയിട്ട് സ്വതവേ ഇതേപോലെ തിരിച്ചടിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ പണ്ടത്തെ രാവണന്മാർ ഇപ്പോഴും അതേപോലെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു ദൗർഭാഗ്യം. പക്ഷേ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി ചെയ്താൽ ഇതൊരിക്കലെങ്കിലും നമുക്ക് തിരിച്ചടിക്കില്ലേ? തീർച്ചയായിട്ടും. അതിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ആരും വിജയിച്ചിട്ടില്ലല്ലോ. ഏതൊരു അസുരന്മാരും അവസാനം വിജയത്തോൽട്ടിട്ടുള്ള ചരിത്രമാണുള്ളൂ. ഇപ്പോൾ ഏറ്റവും വലിയൊരു വരം വാങ്ങിയിട്ടുള്ളത് നരസിംഹമൂർത്തിയായിട്ട് ജനിച്ചിട്ടുള്ള, ഭൂമിയിലും വെച്ചിട്ടും ആകാശത്ത് വെച്ചിട്ടും സ്ത്രീയും പുരുഷനും മൃഗവും ഒന്നും എന്നെ സമയമൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വരം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അവസാനം എന്തായി, ഒരു ഒന്നുമില്ലാത്ത ഒന്നുമല്ലാത്ത രൂപം, മനുഷ്യനുമല്ല മൃഗമല്ല എന്നൊക്കെ പറഞ്ഞ നരസിംഹമൂർത്തി ത്രികാലത്ത് സന്ധ്യാസമയത്ത്
ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും അല്ലാത്ത രീതിയിൽ ജനിച്ചിട്ട് അവിടെ നിന്ന് വന്നിട്ട് കൊല്ലുകയല്ലേ ചെയ്ത്. അപ്പോൾ വിജയം എന്ന് പറയുന്നത് എന്തായാലും ഇല്ല, അതിന് എന്തായാലും പരാജയം ഉണ്ടാവുള്ളൂ. പിന്നെ ഈ മന്ത്രവാദങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഫാമിലിയും സ്വതവേ ആരും കുറേ ജന്മങ്ങളായിട്ട് ദുരിതം അനുഭവിക്കുന്നത് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വതവേ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മന്ത്രവാദവും സാധാരണ പൂജയും തമ്മിലൊരു വ്യത്യാസം പറയുകയാണെങ്കിൽ, നമ്മൾ പാല് കുടിക്കുകയാണെങ്കിൽ നമ്മളെ ശരീരത്തിൽ പിടിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ കുറച്ച് മദ്യം കഴിച്ചാൽ അത് നമുക്ക് ആ സമയം കൊണ്ട് തന്നെ അറിയാൻ കഴിയും. അതിന് പക്ഷേ പിറ്റേ ദിവസം രാവിലെ കുളിച്ച് വെള്ളം തോർത്തി കഴിഞ്ഞാൽ അത് അതിൻ്റെ കെട്ടിറങ്ങുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ അതിൻ്റെ ഫലം തീരും. പക്ഷേ പാലിന് നമ്മളെ ശരീരവുമായി ഇഴുകിച്ചേർന്ന് അത് ഗുണമുണ്ടാവും എന്ന പോലെ ഇതിൻ്റെ ഒരു എഫക്റ്റ് ഈ ദുഷ്ടനെ പന പോലെ വളർത്തുമെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താ, പന എന്ന് പറഞ്ഞാൽ വളരുന്നതൊക്കെ പെട്ടെന്ന് വളരും, പക്ഷേ ഏത് സമയത്തും വീഴും. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ചോറ് മാത്രമേ ഉള്ളൂ. നമുക്ക് പുറമേ നിന്ന് അത് 3-4 തേക്കിൻ്റെ വലിപ്പമൊക്കെ തോന്നും, അത്രയും ഇതൊക്കെ ഉണ്ട്. പക്ഷേ തേക്ക് തട്ടിയിട്ട് വീണിട്ട് പന വീഴും, അതായിരിക്കുള്ളൂ. അതേപോലെ മന്ത്രവാദം ചെയ്തിട്ടുള്ള ആളുകൾക്ക് താൽക്കാലികമായിട്ട് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രഹങ്ങളാണ്. ആ ഗ്രഹങ്ങൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ രാമരാവണ യുദ്ധകാലത്ത് ശ്രീരാമൻ മഹാദേവനെ അവിടെ രാമേശ്വരത്ത് പ്രതിഷ്ഠിക്കുകയും മഹാദേവനെ വിളിക്കുകയും ചെയ്ത് വേണ്ട രീതിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അത് പക്ഷേ രാവണൻ എന്താ ചെയ്തത്, ആദ്യം ചെയ്തു ഗ്രഹങ്ങളെ മുഴുവനും സ്വന്തം വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് പടിപടികളായിട്ട് അവനവൻ്റെ രാജസിംഹാസനത്തിൻ്റെ അടിയിൽ വെച്ചു. പിന്നെ പോരാത്തത് കുറേ ഹോമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ദൈവമായിട്ടുള്ള മഹാദേവനെ, ഈശ്വരനെ, അദ്ദേഹം മഹാദേവൻ്റെ വലിയ ഭക്തനായിരുന്നു. ഭഗവാൻ തന്നെ അദ്ദേഹത്തിനെ ഒന്നാമനായിട്ട് പ്രതിഷ്ഠിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ഭഗവാനെ വിളിക്കാൻ തോന്നിയില്ല. അവരുടെ ഗ്രഹങ്ങളിലുള്ള വിശ്വാസം അദ്ദേഹത്തിന്, ഗ്രഹങ്ങളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ചൊവ്വേനെ നമുക്ക് അനുകൂലമാക്കാൻ ഈ മന്ത്രം കൊണ്ടാണ്. അതേപോലെ ശുക്രനെ അനുകൂലമാക്കാൻ മന്ത്രം കൊണ്ട് സാധിക്കും. അങ്ങനെ ചെയ്തിട്ട് അവസാനം എന്തായി, ശിവൻ മഹാദേവൻ ഇദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് എത്തിയില്ല. ശ്രീരാമൻ അദ്ദേഹത്തിന്, സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പതനം എന്ന് പറയുന്നത് കുരങ്ങന്മാരാലാണ് തോൽപ്പിക്കപ്പെട്ടത്. സാധാരണഗതിയിൽ കുരങ്ങന്മാരെ കൊണ്ട് തോൽക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പതനമാണ്. സ്വതവേ മന്ത്രവാദം എന്ന് പറഞ്ഞാൽ സത്യമാണ്, ദേവതകളെ ഉപയോഗിച്ച് മറ്റൊരാൾക്കെതിരെ ഉപയോഗിക്കൽ എന്ന് പറഞ്ഞാൽ സാധ്യവുമാണ്. കാരണം ഈശ്വരൻ എന്ന് പറയുന്നതിൽ എല്ലാ രീതിയിലും മധ്യമമുണ്ട്, അധമമുണ്ട്. അതായത് ഫലങ്ങളെ വെച്ചിട്ടാണ്. അതായത് നമുക്ക് ഈ ഭാരതത്തിൽ മാത്രം നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിനെ നമുക്ക് സങ്കല്പിച്ച് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം നമ്മളൊരു ഭഗവതിയാണെങ്കിലും അതിനെ ആരാധിക്കുന്ന രീതിക്കനുസരിച്ച്, പ്രതിഷ്ഠിക്കുന്നതിന് പുറമെ ആരാധിക്കുന്ന രീതിക്കനുസരിച്ച് അതിൻ്റെ ഭാവം മാറും. അപ്പോൾ പണ്ടത്തെ കാലങ്ങളിൽ അങ്ങനെയൊക്കെ ദൈവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്, ഫലിച്ചിട്ടുമുണ്ട്. പക്ഷേ എങ്ങനെയായാലും ഈ സ്വതവേ ഞാൻ പറയുമ്പോൾ ഈ മന്ത്രവാദങ്ങളൊക്കെ ഫലിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനടി ചെയ്യേണ്ട ഉപാസനയാണ്. ദൈവത്തിനെ അല്ലെങ്കിൽ നമ്മളൊരു മന്ത്രം ഉപയോഗിച്ചിട്ട് ഒരു ശക്തി നമുക്കും അനുകൂലമാക്കിയെടുക്കുക. അങ്ങനെയാകുമ്പോൾ ആ ശക്തി അതിനെ നേരിട്ടോളും. ഈ അംബരീഷ് രാജാവ് ചെയ്ത പോലെ സുദർശന ചക്രം സ്വന്തമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി പോയ പോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. താങ്ക് യു സർ. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.